ബാലരാമപുരം 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ കോടതിയിൽ കുറ്റം നിഷേധിച്ച് ഹരികുമാർ. കുഞ്ഞിനെ കൊന്നത് താനല്ല എന്ന് അമ്മാവൻ ഹരികുമാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. പ്രതിക്ക് മാനസിക രോഗം പരിശോധിക്കാൻ നിർദ്ദേശിച്ച കോടതി ഉത്തരവ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ പലതവണ കാര്യങ്ങൾ മാറ്റിപ്പറയുന്നു എന്നാണ് പോലീസും പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രതി കോടതിയിൽ കുറ്റം നിഷേധിക്കുകയായിരുന്നു. എന്താണ് കോടതിയിൽ ഉണ്ടായത്? സ്മൃതി, ഇപ്പോൾ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതി ഹരികുമാറിനെ കോടതിയിൽ എത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ച ചോദ്യത്തിന് ഇപ്പോൾ പ്രതി കുറ്റം നിഷേധിച്ചിരിക്കുകയാണ്. വീണ്ടും പലപ്പോഴായിട്ട് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ സംഘം പ്രതിയോട് ചോദിച്ചപ്പോഴും പലപ്പോഴായി മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതിയിലെത്തിയപ്പോൾ പ്രതി താനല്ല കുറ്റം ചെയ്തത്. അന്നേ ദിവസം ഈ മുറിയിൽ തീ കത്തിയപ്പോഴാണ് താൻ വിവരം അറിയുന്നത്. വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ ഈ കുഞ്ഞ് ഇത്തരത്തിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല. അത് അറിഞ്ഞത് ഏറ്റവും ഒടുവിൽ മുറിച്ചകത്ത് തീ കത്തിയപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ വിവരം അറിയുന്നതെന്നുള്ളതാണ് കോടതിയിൽ പ്രതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രതി പലപ്പോഴായിട്ട് ഈ മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാനായിട്ട് അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇത്തരത്തിൽ പ്രതി മാനസികമായിട്ടൊരു വെല്ലുവിളി നേരിടുന്നുണ്ടോ, പ്രതി മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം നിർബന്ധമായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടി പ്രതിയെ പരിശോധിക്കണം. നിലവിൽ ഇത്തരത്തിലൊരു മരുന്ന് കഴിക്കുന്ന സ്ഥിതിയിൽ ഇപ്പോൾ ഈ മാനസികമായിട്ട് സ്ഥിരതയുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ടാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഈ അന്വേഷണ സംഘത്തിന് തലവേദനയായി മാറുകയാണ്. കാരണം അന്വേഷണ സംഘത്തോട് കുറ്റസമ്മതം നടത്തിയാണ് ആദ്യം ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായത്. അത്തരത്തിൽ 1.5 ദിവസം കസ്റ്റഡിയിലിരുന്നപ്പോഴും പ്രതി ഇക്കാര്യം പറഞ്ഞു, താനാണ് കുഞ്ഞിനെ കൊന്നത്. അതിൽ പ്രധാനമായും അന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു രണ്ടാമത് കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നോടുള്ള സ്നേഹം കുറയുകയും കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു, അങ്ങനെയുള്ള ഒരു ദേഷ്യം, അത്തരത്തിലൊരു വിരോധം അമ്മയോട്, അതായത് സഹോദരി ശ്രീതുവിനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹരികുമാർ പോലീസിനോട് അന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മറ്റൊരു കാര്യം, പരസ്ത്രീ ബന്ധവുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ ശ്രീതു വിലക്കിയിരുന്നു. അതിലും ദേഷ്യമുണ്ടായിരുന്നു. ഈ ഒരു ദേഷ്യത്തിന്റെയും ഇത്തരത്തിലുള്ള ഒരു വിരോധത്തിന്റെയും പേരിലാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നതെന്നുള്ള ഒരു മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ ശരിക്കും ഈ ഹരികുമാർ അന്വേഷണ സംഘത്തോട് നൽകിയത്. എന്നാൽ ഇപ്പോൾ 5 ദിവസം പിന്നിടുമ്പോൾ കോടതിയിലെത്തിയപ്പോൾ അതേ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ, ഷിജു എഫ് എന്ന് പറയുന്ന മജിസ്ട്രേറ്റിന് മുന്നിൽ വീണ്ടും പ്രതി കുറ്റം നിഷേധിച്ചിരിക്കുന്നു. താനല്ല കുറ്റം ചെയ്തത് എന്നുള്ളതാണ്. ഏറ്റവും ഉപരി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ജയിലിൽ കഴിഞ്ഞപ്പോഴും പ്രതി ഏറെ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്ത ഒരു പ്രതി എന്ന നിലയിൽ ജയിലിനുള്ളിലും പ്രതിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതിയുടെ ഈ മാനസിക നില പരിശോധിക്കാനായിട്ടാണ് ഇപ്പോൾ സ്മൃതി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.